ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു അലംഭാവം ഇറിഗേഷൻ്റെ ടൂറിസത്തിൻ്റെ ഞാൻ അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞ് അവരെ ഞാൻ ചോദ്യം ചെയ്യേണ്ടതും താക്കീത് ചെയ്യേണ്ടതും എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞ് അവരുടെ വീര്യം കെടുത്താൻ അത് നല്ലൊരു പ്രവണതയല്ല. എത്ര കാലം കൂടി എടുക്കും പ്രവർത്തനങ്ങൾ? അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഡിസംബർ 31-ന്, അതായത് ന്യൂ ഇയർ രാവിലെ നമുക്കിതിൻ്റെ ഒരു ഇനോഗ്രേഷൻ. ഇത് ഈ പ്രോജക്റ്റിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പ്രോജക്റ്റാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നത്. അത് മനസാക്ഷി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനത് പറയും. 3 പ്രോജക്റ്റുകളാണ് യോഗ്യമല്ലാത്തത് വന്നിടത്ത് ആ 3 പ്രോജക്റ്റിനുള്ള റീപ്ലേസ്മെൻറ്റ് പ്രോജക്ട്സ് കൊടുത്തതിനകത്ത് ഒരെണ്ണം പേഴ്സണലായിട്ട് പിക്ക് ചെയ്തത് മലമ്പുഴയാണ്. ഒന്ന് ആലപ്പുഴ വാട്ടർ വേൾഡ്, കൊല്ലത്ത് ബയോഡൈവേഴ്സിറ്റി. ഇത് 3 എണ്ണം. മലമ്പുഴയെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങളും സോഷ്യൽ ആക്ടിവിസ്റ്റും പാർട്ടിക്കാരും ഒക്കെ, വിവിധ പാർട്ടിക്കാരും ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥ വിളംബരം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്. കാരണം ഇതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് വീഡിയോസും ഒക്കെ അയച്ചു തന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് മറ്റൊരു പ്രോജക്റ്റ് ഒട്ടും വേദിയല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് മലമ്പുഴ പ്രോജക്റ്റ് പിക്ക് ചെയ്യുന്നതും പക്ഷേ അതിന് അപ്രൂവൽ വേണം. അത് പ്രധാനമന്ത്രിയുടെ അടുത്ത് നേരിട്ട് അപ്രൂവൽ ഈ 3 പ്രോജക്റ്റിനും വാങ്ങിച്ചിട്ടാണ് റീപ്ലേസ് ചെയ്ത് ഈ പ്രോജക്ട്സ് അവരോട് സ്റ്റേറ്റിനോട് പ്രപ്പോസ് ചെയ്ത് പിന്നെ അവരുടെ പ്രപ്പോസൽ മാറ്റി സൈൻ ചെയ്ത് അങ്ങനെ വന്നതാണ്. ഇത് കഴിഞ്ഞ വർഷം മാർച്ചിൽ 25-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ ഇതിൻ്റെ അപ്രൂവലായതാണ്. അതിനുശേഷം സമയം ക്രമാതീതമായി പാഴാക്കിയിരിക്കുകയല്ല, നശിപ്പിച്ചിരിക്കുകയാണ്. അല്ല അതിനെ സംബന്ധിച്ച് അവർക്ക് വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ചെയ്യാവുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിനി മുമ്പോട്ട് കൊണ്ടുപോകണ്ട എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷേ ജനങ്ങളോട് ആ നിഷേധം നമുക്ക് പറ്റത്തില്ല. പിന്നെ മലമ്പുഴ ഡാമിന് ഇടുക്കിയേക്കാൾ ഒരു മഹത്വം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ട് അല്ല. ഇടുക്കിക്ക് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. മലമ്പുഴ ഡാമെന്ന് പറയുന്നത് ഒരു ഫുട്ഫോളിൻ്റെ കാര്യമൊക്കെ എടുത്ത് നോക്കിയാൽ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇത് കേരളത്തിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷൻസിൽ ഒരു പ്രധാനപ്പെട്ട വാട്ടർ ബോഡി ടൂറിസത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതിനൊരു മര്യാദ നൽകണം. കാനായി കുഞ്ഞിരാമൻ സാറിൻ്റെ ഒരു ശിലയെന്ന് പറയുന്നത് കേരളത്തിൽ ജനങ്ങൾ അല്ലെങ്കിൽ കേരളം വഴി മറ്റുള്ളവർക്കൊരു ശിലയുടെ പ്രാധാന്യം എന്താണെന്ന് അങ്ങനെ ഒരു കൃതിയും ഈ പരിസരത്താണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് മുഴുവൻ മര്യാദ നൽകിക്കൊണ്ടൊരു മലയാളി എന്ന നിലയ്ക്ക് കിട്ടിയ ഒരു അവസരം ഉപയോഗിച്ചതാണ് അത്. പക്ഷേ ഇന്നത്തെ കണ്ടീഷൻ നിങ്ങളെക്കാൾ വലിയ ഡെസ്പയറിലാണ് ഞാൻ. ആ ഒരു ഡെസ്പയറും എൻ്റെ പ്രതിഷേധവും ശക്തമായി തന്നെ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും കേരള സർക്കാർ അറിയണം. കേരള സർക്കാർ ഇതിനകത്ത് മുൻകൈ എടുത്ത് ഇവരുടെ പിറകിൽ നിന്ന് ഇത് പണിയിച്ചെടുക്കണം. ഇത് കച്ചവടക്കാർക്കൊക്കെ കഴിഞ്ഞ 1.5 വർഷത്തെ കച്ചവടമാണ് മുടങ്ങിയിരിക്കുന്നത്. അത് നിങ്ങൾക്കൊരാളുണ്ടല്ലോ, അത് ഞാൻ നോക്കിക്കോളാം. പക്ഷെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രോഗ്രസ് നടക്കുന്നത്. കുറ്റക്കാരായിട്ട് ആരെയും നമുക്ക് അങ്ങനെ കുറ്റം ചാർത്താനൊക്കത്തില്ല. അങ്ങനെ നോക്കിയാൽ എൻ്റെ കുറ്റമുണ്ട്. ഞാനിത് കഴിഞ്ഞ സെപ്റ്റംബറിൽ പണി തുടങ്ങിയതിന് ശേഷം മാസാമാസം വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് എനിക്ക് ചെയ്യാവുന്ന ഒരു സംഭാവന. പക്ഷെ അങ്ങനെ പറ്റുമോ? പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു അലംഭാവം ഇറിഗേഷൻ്റെ ടൂറിസത്തിൻ്റെ ഞാൻ അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞ് അവരെ ഞാൻ ചോദ്യം ചെയ്യേണ്ടതും താക്കീത് ചെയ്യേണ്ടതും എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞ് അവരുടെ വീര്യം കെടുത്താൻ അത് നല്ലൊരു പ്രവണതയല്ല. എത്ര കാലം കൂടി എടുക്കും പ്രവർത്തനങ്ങൾ? അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഡിസംബർ 31-ന്, അതായത് ന്യൂ ഇയർ രാവിലെ നമുക്കിതിൻ്റെ ഒരു ഇനോഗ്രേഷൻ.